10 ദിവസമായി കേരളം ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് ചേരും. യോഗത്തിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, നാളെ നീളെ എന്നുള്ളത് മാറി ഇന്നിപ്പോൾ ഉച്ചയ്ക്കെങ്കിലും നമുക്ക് കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാം എന്നൊരു കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും ലിനിഷ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11ാമത്തെ ദിവസമാണ് ഇന്ന്. ഇതുവരെയും കോൺഗ്രസിന് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കാനോ അത് പ്രഖ്യാപിക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം അറിയിക്കും എന്നാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജയറാം രമേശ് മാധ്യമങ്ങളോട് ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് തലസ്ഥാനത്തെ KPCC ഓഫീസിൽ വെച്ച് കോൺഗ്രസ് MLA മാരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ആ യോഗത്തിൽ വെച്ച് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഏത് നേതാവ് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം വെളിപ്പെടുത്തും എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതിനോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനും MLA മാരുടെ പരിഗണന അല്ലെങ്കിൽ മുൻഗണന അറിയുന്നതിനും വേണ്ടി AICC നിയോഗിച്ച നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കാൻ, മുകുൾ വാസ്നിക് എന്നിവരടക്കമുള്ള നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഈ യോഗത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നേതാക്കൾ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് UDF-ൻ്റെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ ഭാഗമായി തന്നെ കേരള കോൺഗ്രസിലെ നേതാക്കൾ, ഈ അപ്പു ജോൺ ജോസഫും PJ ജോസഫും അതിനോടൊപ്പം തന്നെ മോൻസ് ജോസഫ് ഇവരടക്കമുള്ള നേതാക്കൾ, RSPയിലെ നേതാക്കൾ, കൂടാതെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഘടകകക്ഷി പാർട്ടികളോടുകൂടി ഇന്ന് തലസ്ഥാനത്ത് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം MLA-മാരെ അറിയിക്കുമെങ്കിൽ പോലും മാധ്യമങ്ങളിലേക്കും അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളെയും ഈ വിവരം എപ്പോൾ അറിയിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം വെളിപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഒരു വാർത്താ കുറിപ്പിലൂടെ കാര്യങ്ങൾ അറിയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഇന്ന് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഘടകകക്ഷികളെ വിളിച്ചു വരുത്തി എത്ര മന്ത്രിമാർ, ഏതൊക്കെ ഘടകകക്ഷികളിൽ നിന്ന്, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ മുഖ്യമന്ത്രിയെ കാത്തിരുന്നു തന്നെ നമ്മൾ 10-11 ദിവസമായി. ഇനി മന്ത്രിസ്ഥാനത്തിനുള്ള വാക്പോരാണ് വരുന്നതെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും നീക്കത്തിലേക്ക് ഇന്ന് ചേരുന്ന യോഗത്തിൽ കടക്കാൻ സാധ്യതയുണ്ടോ? ലിനിഷ, അത്തരം ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡും അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ 3 നേതാക്കളെ, ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന 3 നേതാക്കളെ അറിയിക്കുക, അതിനുശേഷം ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ MLA-മാരെ അറിയിക്കുക, അതിനോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികൾ അവരെ അന്തിമ തീരുമാനം അറിയിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് എന്ത് തീരുമാനം എടുത്താലും അതിനോടൊപ്പം നിൽക്കും എന്നാണ് ഘടകകക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു കാര്യം കൂടി AICC നിരീക്ഷകരോടും ഹൈക്കമാൻഡിനോടും ഘടകകക്ഷികൾ സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്ത് തീരുമാനം കോൺഗ്രസ് സ്വീകരിച്ചാലും അത് ഘടകകക്ഷികളെ കൂടി അറിയിക്കേണ്ടതുണ്ട്. അതിനു കൂടി ചേർന്നിട്ടാണ് ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ UDF മുന്നണിയിലെ പാർട്ടികളുടെ യോഗം, അല്ലെങ്കിൽ UDF-ൻ്റെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്താൽ ചിലപ്പോൾ പ്രാഥമികമായി ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര സീറ്റുകൾ വെച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചിലപ്പോൾ KPCC നേതൃത്വം വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിലെ അറിയാൻ സാധിക്കൂ ലിനിഷ.